കുര്യാപ്പള്ളി, എന്തോ? തനിക്കെന്നെ ശരിക്കറിയാലോ? അല്ല ചോദ്യം. എനിക്ക് അറിയാവുന്നതുപോലെ മുതലാളി ഈ കരയിൽ പിന്നെ ആർക്കാ അറിയാ? അതുകൊണ്ടാടാ കൊശവ ഞാൻ പറഞ്ഞത്. ഓ. എന്റെ കുടുംബം കുളം തോണ്ടിയാലും ശരി, ബണ്ട് പൊട്ടിച്ച് ഇതിനകത്ത് ഞാൻ വെള്ളം കയറ്റും. ഒരുത്തനെ കൊണ്ട് വിതപ്പിക്കേയില്ല, കൊയ്യിക്കേമില്ല. വേണ്ട, ഇനി മുതലാളിയായിട്ട് ഈ കരയിൽ ഇനി ഒന്നും നടക്കാതിരിക്കണ്ട. കുര്യാപ്പള്ളി, എന്തോ? വാസന്തി, എന്തോ? നിന്റെ കല്യാണക്കാരി എന്തായി? അത് നടക്കില്ല മുതലാളി. എന്താ കാര്യം? പറഞ്ഞ തീയതിക്ക് ശ്രീധനത്തൊക്കെ കൊടുക്കാൻ അച്ഛന് കഴിയില്ല. തികയാത്ത പണം കല്യാണം കഴിഞ്ഞ് കൊടുത്താൽ എന്താ, ഒക്കത്തില്ലയോ? അതിനവര് സമ്മതിക്കുന്നു തോന്നുന്നില്ല മുതലാളി. അത് മോശമായി പോയല്ലോ. എന്നത്തേക്കാ നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത്? തീയതി നിശ്ചയിച്ചിട്ടില്ല. ഇതാ, പണമില്ലാത്തതിന്റെ പേരിൽ ഈ കരയിലുള്ള ഒരു പെൺകുട്ടിയുടെയും കല്യാണം നടക്കാതിരിക്കരുത്, അതും ഞാനുള്ളപ്പോ. ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാ, ക്ഷമിക്കണം. ആ ശരി. എന്താ പേര്? ഗോപി. ആ ഗോപി, നിങ്ങൾ കെട്ടാൻ പോകുന്ന പെണ്ണായോണ്ട് പറയല്ല. വാസന്തി നല്ല കുട്ടിയാ, എനിക്ക് നന്നായിട്ട് അറിയാവുന്നോണ്ട് പറയുക. ആ കിട്ടു, എനിക്കൊരല്പ തിരക്കൊണ്ട് ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോവാം. ഊണൊക്കെ ഇനി ഒരിക്കലാകാമല്ലോ. അത് പറഞ്ഞാ പറ്റില്ല, ഒരു വിടിയെങ്കിലും ഊണ് കഴിച്ചിട്ട് പോവാം മുതലാളി. മോളെ വസന്തി, മുതലാളിക്ക് വെള്ളം എടുത്തു കൊടുത്തേ. നിന്റെ ശരീരത്തിന് ചന്ദനത്തിന്റെ മണമായിരുന്നു, മറക്കാൻ പറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയാലും വല്ലപ്പോഴും ഈ വഴിയൊക്കെ വരാൻ മറക്കണ്ട. ആരത്? ആഹാ, ഏലിയമ്മച്ചെടുത്തിയോ? ഇങ്ങോട്ട് വന്നാട്ടെ. എന്താ ചേട്ടത്തി, എന്താ കാര്യം? എന്തിനാ കരയുന്നേ? എന്താ കരയുന്ന കാര്യം പറയൂ. ഞാനിവിടുന്ന് പോകാത്തോണ്ടാണോ? എന്റെ വല്ലാർവാർത്തമ്മയാണ് സത്യം. എന്റെ കുഞ്ഞി ഏലിയാമ്മയോട് ക്ഷമിക്കും. ഈ കരയിൽ ഒരു ആശുപത്രി വന്നപ്പോ എന്റെ വയറ്റാട്ടിപ്പണി പോകുമല്ലോ എന്ന് കരുതി സങ്കടവും ദേഷ്യവും കൊണ്ട് അന്ന് അറിയാതെ അങ്ങനൊക്കെ പറഞ്ഞത്. അത് സാരല്ല ചേട്ടത്തി, ഞാനതങ്ങ് അപ്പോഴേ മറന്നു. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. കുഞ്ഞത് ആരോടെങ്കിലും പറഞ്ഞു? ഇല്ല. ആ നാരായണനാ എന്നെ പറ്റിച്ചത്. ആരാ ഈ നാരായണൻ? അവനൊരു ഉടംകൊല്ലി വൈദ്യനാ. എന്നെ കൊണ്ട് അവൻ മറ്റവൻ അടുപ്പിച്ചിട്ടാ വിട്ടത്. മറ്റവനോ? പൊട്ടുവടിയേ, ചാരായം. ചേട്ടത്തി ചാരായം കുടിക്കോ? എന്റെ കുഞ്ഞെ, എന്റെ കെട്ടിയോനുണ്ടായിരുന്നപ്പം ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ കുറേശ്ശെ സ്വൽപ്പം. അത് ഞാൻ പോയപ്പോ എല്ലാം പോയി കുഞ്ഞെ. മനപ്രയാസം കൊണ്ടാ ഇപ്പൊ ഇങ്ങനൊക്കെ. ചേട്ടത്തിക്ക് മക്കളാരുമില്ലേ? ഒരുത്തനുണ്ടായിരുന്നു, അവനൊരു പെണ്ണും കെട്ടി കെട്ടിയോടെ കൂടെ അവിടെ വീട്ടില്ല. ഈ ഏലിയാമ്മയെ നോക്കാൻ ആരുമില്ല കുഞ്ഞി. ഏലിയാമ്മയെ രക്ഷിക്കണം. ശരി, ചേട്ടത്തി വിഷമിക്കണ്ട. ചേട്ടത്തിക്ക് ഞാനൊരു ജോലി തരാം. ഏതായാലും എനിക്ക് സഹായത്തിന് ഒരാള് വേണം. ഞാൻ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്. ചേട്ടത്തി എന്റെ കൂടെ നിന്നോ. മാഷേ, ഒന്ന് നിൽക്കാവോ? നിക്കത്തില്ല. ഞങ്ങൾക്കൊരു കാര്യം അറിയാനാ. എന്നാ അത് പറഞ്ഞാ പോരെ? നടന്നു പോകുന്ന ഒരാളോട് ഒന്ന് നിക്കാമോ, ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാ ഞാൻ പോകേണ്ട സ്ഥലത്ത് താൻ പോവോ? അല്ല, സ്വാതന്ത്ര്യ സേനാനി നാരായണപിള്ള എവിടെ താമസിക്കുന്ന അറിയാൻ വേണ്ടിട്ടാ. എന്തിനാ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഞങ്ങൾ പത്രക്കാരാ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഫീച്ചർ എഴുതാനാ. നമ്മുടെ നാടിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു വലിയ മനുഷ്യനല്ലേ അദ്ദേഹം.
അതെ അതെ, പോലീസിന്റെ തല്ലും കൊണ്ട് കവളും കൂടി ഇരിക്കല്ലേ. ഇവരെ പോലുള്ളവർ സ്വാതന്ത്ര്യം നേടാൻ അനുഭവിച്ച ദുരിതങ്ങളൊക്കെ പത്രത്തിൽ കൂടെയെങ്കിലും ഈ തലമുറ ഒന്ന് അറിയട്ടെ. വാ, വീട് കുര്യാപ്പള്ളി കാണിച്ചേരാ. വാ. ബോട്ട് ചെട്ടി അടുക്കാറായി. മുരളി എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ? ജങ്കാറി കയറിയപ്പോ മുതല് അവൻ നമ്മളെ വാച്ച് ചെയ്യാം. വെറുതെ എന്തിനാ നാട്ടിൽ പാട്ടാക്കുന്നത്? വേഗം വല്ല ഓട്ടോറിക്ഷയിലോ ബസ്സിലോ പൊയ്ക്കോ. കൊച്ചേ, ഈ ചുറ്റിക്കളിയൊക്കെ കൊള്ളാം. അവൻ പണിക്കര് മുതലാളിയുടെ മോനാണെന്നുള്ള കാര്യം മറക്കണ്ട. വല്ലതൊക്കെ സംഭവിച്ചിട്ട് പിന്നെ അവസാനം കരഞ്ഞിട്ട് കാര്യമില്ല. കടവത്ത് വന്നിറങ്ങുന്ന പെമ്പിള്ളേരുടെ വായി നോക്കിയിരുന്ന സുഖം കിട്ടുമെങ്കിൽ അയക്കോ. എന്നെ ഉപദേശിക്കണ്ട. പറഞ്ഞത് എടുത്തേ. ഞങ്ങളുടെ അരിയുടെ അമ്മാവന്റെ മോളായതുകൊണ്ട് പറഞ്ഞതാണേ. സൂക്ഷിച്ചും കണ്ട് നടന്നില്ലല്ലേ? അവസാനം ചെമ്മീനിലെ കറുത്തമ്മ പോലെ ദേ ഈ പുഴയെക്കൂടെ ഒഴുകി നടക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. മർദ്ദനവും ജയിൽവാസവും അനുഭവിച്ച അമ്മാവന് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ടുണ്ടായ നേട്ടവും കോട്ടവും ഒന്ന് വിലയിരുത്താമോ? കോട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ കോട്ടം ഓടിപ്പോയ എൻ്റെ ഈ ശരീരമാണ്. കുതിരപ്പട്ടാളത്തിന്റെ ചവിട്ടും പോലീസിന്റെ ക്രൂരമായ മർദ്ദനവും കൊണ്ട് കിട്ടിയ ഒരു വലിയ സമ്പാദ്യമാണിത്. നേട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദാ അവളാണ് എൻ്റെ നേട്ടം. മോൾ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട്? ഇന്നലെ മദറിന്റെ ഫീസ്റ്റ് ആയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോ വൈകി. മോളെ, പത്രക്കാരാ, മുത്തച്ഛനെ കാണാൻ വന്നതാ. ആ മോൾ ഇത്തിരി കാപ്പി എടുക്കും. ശരി മുത്തച്ഛ. എന്റെ മകളുടെ മകളാ രേഖ. ഞാൻ ഒളിവിൽ പോകുമ്പോൾ എന്റെ മോള് ദാക്ഷായണി ഇവിടെ മുറ്റത്ത് ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ജയിൽവാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ അവളുടെ സ്ഥാനത്ത് മറ്റൊരു കുഞ്ഞ്. അവളാണിപ്പോൾ കയറിപ്പോയത്. അമ്മയില്ലാത്ത, അച്ഛൻ ആരാണെന്നറിയാത്ത ഒരു കുട്ടി. അവളാണ് എന്റെ നേട്ടം. അപ്പോ 40 പഴമുള്ളൂ, 5 എണ്ണം കുറവാണ്. കുറവുണ്ടാ? എങ്കി അത് മതി. ഞാൻ പറൂച്ചന്തേ പോയി ആന്ത്രോസിനോട് ചോദിച്ചിട്ട് വരാപ്പാ. വേണ്ട വേണ്ട, അനക്ക് മുങ്ങാനല്ലേ. ചെറായി മുങ്ങിയ നീ ആലുവേ പൊങ്ങുന്ന ജാതിയാ. അവിടെ നിന്നാ മതി. ഇവിടെ 555 ഉണ്ടോ? എന്തുട്ടാ? 555 സിഗരറ്റ് ഉണ്ടോ? അയ്യോ, അത് ഇവിടെ ഇല്ല. ബിൽസോ ചാർമിനറോ തരാം. വാട്ട്? ചാർമിനറോ? 555 ഇല്ലാതെ ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കും? അവന്റെ ഉമ്മാടെ ഒരു 555 ദുബായി പോയി ആകാശത്ത് പെയിന്റ് അടിക്കലാണ് തൊഴിലെന്നും പറഞ്ഞ് വന്നേക്കാണ്. ഹിമാറ്. പാപ്പോ, കോഴിമുട്ട തീർന്നു പോയി വാപ്പ. മുട്ട വാങ്ങാൻ പോയാലേ നീ മുങ്ങും. കടയിലിരുന്ന് അനക്ക് ശ്വാസം മുട്ടുമല്ലേ? അവിടെ നില്ലട നമുക്ക്. അനക്ക് തെക്ക് വടക്ക് തെണ്ട് നടക്കാനാ? പാപ്പോ, എന്തോ? എനിക്ക് വയറുവേദന എടുക്കണം വാപ്പ. ഹലാക്കേ, നീ കള്ളം പറയരുത്. വാപ്പ ഒരു വാപ്പയാണ് വാപ്പ. വാപ്പ വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പ വാപ്പയാവൂല വാപ്പ. വാപ്പാടെ വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ. വാപ്പ
അല്ലാതെ വാപ്പാനെ പോലത്തെ വാപ്പാനെയൊക്കെ വാപ്പാന്ന് വിളിക്കണ എന്നെ വേണം വാപ്പ വാപ്പാന്ന് വിളിക്കാൻ. അല്ലേ വാപ്പ? നിജന്റെ കൈ മേടിക്കരുത്. ഉമ്മാണ് സത്യം. ഇപ്പൊ പോയില്ലെങ്കിൽ ഇവിടെ ഒക്കെ ബേജാറാക്കും. ആ പോയിരഴിച്ച് നീടാ. അവിടേക്ക് ഇരുന്ന് ആളുകൾ കാണും വാപ്പ. ആളുകൾ കണ്ട എനിക്ക് വരൂല. എന്നാ എവിടെങ്കിലും പോടാ പലാലെ. വാപ്പയാണ് വാപ്പ. വാപ്പ നല്ല വാപ്പ.